ഹായ് വ്യൂവേഴ്സ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ SSLCയുടെ കെമിസ്ട്രിയുടെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ പേജിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ മീനിങ് പറഞ്ഞു തരാം. ചിത്രങ്ങൾ ശ്രദ്ധിച്ചില്ലേ? വൈദ്യുതി ഉപയോഗിക്കുന്ന ചില സന്ദർഭങ്ങളും ചില വൈദ്യുത സ്രോതസ്സുകളുമല്ലേ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്? ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ നാം വിവിധ തരം ബാറ്ററികൾ ഉപയോഗിക്കാറുണ്ട്. രാസോർജം വൈദ്യുതോർജമായും തിരിച്ചും സംഭവിക്കുന്ന മാറ്റങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഒരു സെല്ലിൽ തന്നെ വ്യത്യസ്ത ലോഹങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? എന്താവാം ഇതിന് കാരണം? ഇരുമ്പ് തുരുമ്പിക്കുന്നതും ചെമ്പിൽ ക്ലാവ് പിടിക്കുന്നതുമെല്ലാം നിങ്ങൾ നിരീക്ഷിച്ച കാര്യങ്ങളാണ്. എല്ലാ ലോഹങ്ങളും ഇതുപോലെയാണോ? ചില ലോഹങ്ങൾ വളരെ തീവ്രമായ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ മറ്റുള്ളവ വളരെ കുറഞ്ഞ രീതിയിലാണ് അതേ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. ലോഹങ്ങളുടെ ക്രിയാശീലതയിലുള്ള വ്യത്യാസം കണ്ടെത്തി അവ വിവിധ സെല്ലുകളിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മെറ്റൽസ് എങ്ങനെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതൊരു എക്സ്പെരിമെൻറ്റിലൂടെയാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ 3 ബീക്കറുകൾ എടുക്കണം, ഒരേ അളവിൽ വെള്ളം എടുക്കുക അതിൽ, എന്നിട്ട് സോഡിയം, മഗ്നീഷ്യം, കോപ്പർ ഇവയുടെ ഒരേപോലെയുള്ള കഷ്ണങ്ങൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നും ഓരോ ബീക്കറുകളിൽ ഇടണം. എന്നിട്ട് പ്രവർത്തനം നിരീക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒബ്സർവേഷൻസ് എന്താണെന്ന് എഴുതണം. അപ്പോൾ വിച്ച് മെറ്റൽ റിയാക്ട് വിഗ്രസ്ലി എന്നുള്ളതിൻ്റെ ആൻസർ സോഡിയാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വിച്ച് ഗ്യാസ് ഈസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആണ്. കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് 2Na + 2H2O gives 2NaOH + H2. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് മഗ്നീഷ്യവും കോപ്പറും നമ്മൾ ഹോട്ട് വാട്ടറിൽ ഇട്ടിട്ട് പരീക്ഷണം നടത്തണം. അപ്പോൾ സോഡിയം കോൾഡ് വാട്ടറിൽ റിയാക്ട് വിഗ്രസ്ലി, മഗ്നീഷ്യം വെരി സ്ലോ റിയാക്ഷൻ, കോപ്പറിൽ നോ റിയാക്ഷൻ. ഹോട്ട് വാട്ടറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ മഗ്നീഷ്യവും കോപ്പറാണ് ചെയ്തത്, സോഡിയം ചെയ്യുന്നില്ല. അത് ഹൈലി എക്സോതെർമിക് പ്രോസസ്സ് ആയതുകൊണ്ടാണ് ചെയ്യാത്തത്. മഗ്നീഷ്യം എന്ന് പറയുന്നത് ഹോട്ട് വാട്ടറിൽ റിയാക്ഷൻ നന്നായി നടക്കുന്നുണ്ട്, കോപ്പർ ആണെന്നുണ്ടെങ്കിൽ റിയാക്ഷൻ നടക്കുന്നില്ല, അതായത് നോ റിയാക്ഷൻ. ബേസ്ഡ് ഓൺ യുവർ ഒബ്സർവേഷൻ അറേഞ്ച് ദീസ് മെറ്റൽസ് ഇൻ ദി ഡിക്രീസിങ് ഓർഡർ ഓഫ് ദെയർ റിയാക്ടിവിറ്റി. ഇവിടെ ഡിസെൻഡിങ് ഓർഡറാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സോഡിയം, ദെൻ മഗ്നീഷ്യം, ദെൻ കോപ്പർ. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് എയർ, അതായത് ലോഹങ്ങളുടെ വായുവുമായുള്ള പ്രവർത്തനം. അതും ഇനിയൊരു എക്സ്പെരിമെൻറ്റിലൂടെയാണ് ആ കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നത്. കട്ട് എ പീസ് ഓഫ് സോഡിയം യൂസിങ് എ നൈഫ്, ഒബ്സർവ് ദ ഫ്രഷ്ലി കട്ട് പോർഷൻ, ഡു നോട്ട് യു സീ ദാറ്റ് ഇറ്റ്സ് ഷൈനിങ് ഫേഡ്സ് ആഫ്റ്റർ സംടൈംസ്, ഗിവ് റീസൺ. അല്ലേ? അതായത് നമ്മൾ പുതുതായി മുറിച്ചൊരു ലോഹത്തിന് എന്തുണ്ടാവും? തിളക്കമുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു സോഡിയം എന്ത് ചെയ്യുക? ഒരു കത്തി ഉപയോഗിച്ച് മുറിക്കുക, അതിൻ്റെ മുറിച്ച ഭാഗം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് കുറേ നേരം കഴിയുമ്പോൾ ആ കട്ട് ചെയ്തിട്ടുള്ള ആ പോർഷൻ ഇല്ലേ, അവിടെ അതിൻ്റെ ഷൈനിങ് ഫെയ്ഡ് ചെയ്യും, അഥവാ കുറഞ്ഞ് മങ്ങുന്നതായിട്ട് കാണാം. അപ്പോൾ എന്താണ് ഇതിന് കാരണം? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ദിസ് ഈസ് ഡ്യൂ ടു ദി conversion of sodium into its compounds by reacting with oxygen, moisture and carbon dioxide in the atmosphere. അതായത് അന്തരീക്ഷത്തിലുള്ള ഈർപ്പവുമായിട്ടും അതേപോലെ ഓക്സിജനുമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ടൊക്കെ സോഡിയം പ്രവർത്തിച്ച് സോഡിയത്തിൻ്റെ സംയുക്തങ്ങൾ അഥവാ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ ഷൈനിങ് എന്ത് ചെയ്യുന്നത്? കുറഞ്ഞു വരുന്നത്. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്.
നെക്സ്റ്റ് നമുക്കുള്ളത് മഗ്നീഷ്യത്തിൻ്റെ എയറുമായിട്ടുള്ള പ്രവർത്തനമാണ്. എ ഫ്രഷ് മഗ്നീഷ്യം റിബൺ ലോസിങ് ഇറ്റ്സ് ലസ്റ്റർ വെൻ കെപ്റ്റ് എക്സ്പോസ്ഡ് ഇൻ ദ എയർ ഫോർ സം ഡേയ്സ്. വൈ? അതായത് പുതിയ മഗ്നീഷ്യം റിബൺ കുറേ ദിവസം വായിൽ തുറന്നു വെച്ചിരുന്നാൽ തിളക്കം നഷ്ടപ്പെടാറുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ദിസ് ഈസ് ഡ്യൂ ടു ഇറ്റ്സ് റിയാക്ഷൻ വിത്ത് atmospheric air. Magnesium react with oxygen of air forming a black layer of magnesium oxide over it. അല്ലേ? മഗ്നീഷ്യത്തിൻ്റെ ഓക്സൈഡായിട്ട് അതിൻ്റെ മുകളിൽ പറ്റി പിടിക്കുന്നതുകൊണ്ടാണ് എന്തായി മാറുന്നത്? അതിൻ്റെ തിളക്കം നഷ്ടപ്പെടുന്നത്. കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് 2Mg + O2 gives 2MgO. മഗ്നീഷ്യത്തിൻ്റെ ഓക്സൈഡായിട്ട് മാറും. നെക്സ്റ്റ് അലുമിനിയം വെസൽസ് ഡിമിനിഷസ് ആസ് ടൈം പാസസ് ബൈ. അല്ലേ? അലുമിനിയം പാത്രങ്ങളുടെ തിളക്കം കാലക്രമേണ കുറയുന്നതായി കാണാം. ഇൻ ദ കേസ് ഓഫ് കോപ്പർ വെസൽസ് ഇറ്റ് ടേക്സ് മന്ത് ഫോർ ദ ലോസ് ഓഫ് ഇറ്റ്സ് ലസ്റ്റർ ബൈ ദ ഫോർമേഷൻ ഓഫ് വെർഡിഗ്രീസ്. ബട്ട് ദ ഷൈനിങ് ഓഫ് ഗോൾഡ് ഫെയ്ഡ്സ് ഈവൻ ആഫ്റ്റർ എ ലോങ് ടൈം. ദിസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് മെറ്റൽസ് റിയാക്ട് വിത്ത് എയർ അറ്റ് ഡിഫറെൻറ്റ് റേറ്റ്സ്. അപ്പോൾ ചെമ്പിൻ്റെത് പറഞ്ഞു കുറേ സമയം എടുക്കുന്നു. അലുമിനിയത്തിനേക്കാൾ ലേറ്റായിട്ടാണ് ചെമ്പ് എന്ത് ചെയ്യുന്നത്, അഥവാ കോപ്പർ ഓക്സൈഡ് ഫോം ചെയ്യുന്നത്. പക്ഷേ ഗോൾഡ് എന്താണ്, എത്ര കാലം കഴിഞ്ഞാലും അതിന് തിളക്കം നഷ്ടപ്പെടുന്നില്ല. അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് ഓരോ മെറ്റൽസും ഡിഫറെൻറ്റ് റേറ്റ്സിലാണ് എയറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് മനസ്സിലായി. Which metal among magnesium, copper, gold, sodium and aluminum loses its luster at a faster rate? ആ ക്വസ്റ്റ്യൻ എന്തായിരിക്കും ആൻസർ വരിക? സോഡിയാണ്. അല്ലേ? ഉള്ളതിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് റിയാക്ട് ചെയ്യുന്നത് സോഡിയാണ്. ദെൻ ലിസ്റ്റ് ദ എബോവ് മെറ്റൽസ് ഇൻ ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദ റിയാക്ടിവിറ്റി വിത്ത് എയർ ആൻഡ് ദെയർബൈ ലോസിങ് ലസ്റ്റർ. എയറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അതിൻ്റെ തിളക്കം നഷ്ടപ്പെടുന്ന ലോഹങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഡിക്രീസിങ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ സോഡിയം, ദെൻ മഗ്നീഷ്യം, ദെൻ അലുമിനിയം, ദെൻ കോപ്പർ ആൻഡ് ദെൻ ഗോൾഡ് എന്നുള്ള ഓർഡറിലാണ് വരിക. നെക്സ്റ്റ് ആണ് റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് ആസിഡ്സ്. അതും ടെക്സ്റ്റിലെ ഫിഗറിൽ 3.1 എന്നുള്ള എക്സ്പെരിമെൻറ്റിൻ്റെ ആ ഫിഗർ നോക്കിയിട്ട് അഥവാ ചിത്രം നോക്കിയിട്ട് വേണം നമുക്ക് പറയാൻ. ഓൾറെഡി എല്ലാറ്റിലും ഈക്വൽ എമൗണ്ട് ഡയലൂട്ട് HCl ആണ് എടുത്തിട്ടുള്ളത്. സെയിം സൈസുള്ള ഡിഫറെൻറ്റ് മെറ്റൽസാണ് ഓരോന്നിലും ഡിപ്പ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് അയൺ ആണ്, നെക്സ്റ്റ് മഗ്നീഷ്യം, ദെൻ തേർഡ് വണ്ണിൽ കോപ്പർ, ഫോർത്ത് വണ്ണിൽ ലെഡ്, ഫിഫ്ത്ത് വണ്ണിൽ സിങ്ക്. അതിൻ്റെ ഡിക്രീസിങ് ഓർഡർ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് മഗ്നീഷ്യം, ദെൻ സിങ്ക്, ദെൻ ഡിക്രീസ് ചെയ്യുന്ന കുറഞ്ഞു വരുന്ന രീതിയാണ്. ഏറ്റവും പിന്നീട് കുറവ് അയൺ, ദെൻ കുറവ് വരുന്നത് ലെഡ്, ഏറ്റവും ലാസ്റ്റ് വരുന്നത് കോപ്പർ. മെറ്റൽസ് റിയാക്ട് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു ഫോം മെറ്റൽ ക്ലോറൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. ഇപ്പോൾ ഇത്രയും പഠിച്ച കോൺസെപ്റ്റുകളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് എന്ത്, ഓരോ മെറ്റലും ഡിഫറെൻറ്റ് റേറ്റിലാണ് ഓരോ മീഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഈ റിയാക്ടിവിറ്റിയുടെ ഓർഡറിൽ ഡിക്രീസിങ് ഓർഡറിൽ മെറ്റലിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ സീരീസിനെയാണ് റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയാം. വാട്ട് ഈസ് റിയാക്ടിവിറ്റി സീരീസ്? The series obtained by arranging the metals in the decreasing order of their reactivity is known as reactivity series. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഒരു പ്രോഡക്റ്റായിട്ട് വരുന്ന ഹൈഡ്രജനെയും ഈ സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതെന്തിനാണ്? റിയാക്ടിവിറ്റി കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈഡ്രജനെ കൂടി അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് നോട്ട് ദാറ്റ് ഹൈഡ്രജൻ ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദിസ് സീരീസ് ഫോർ ദ സേക്ക് ഓഫ് കമ്പാരിസൺ ഓഫ് കെമിക്കൽ റിയാക്ടിവിറ്റി. അപ്പോൾ നമ്മൾ HClൻ്റെ റിയാക്ഷൻ പറഞ്ഞു. അതിൽ കുറച്ച് മെറ്റലുകൾ, ഇപ്പോൾ റിയാക്ടിവിറ്റി സീരീസിൻ്റെ ഓർഡറാണ് നിങ്ങൾ കാണുന്നത്.
അതിൽ ഹൈഡ്രജൻ്റെ മുകളിൽ വരുന്ന മെറ്റൽസ് അഥവാ ലോഹങ്ങൾ ഡയലൂട്ട് HClലുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യും. ഹൈഡ്രജന് താഴെ വരുന്ന മെറ്റൽസ് ഡയലൂട്ട് HClലുമായി റിയാക്ട് ചെയ്ത് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യുന്നില്ല, അഥവാ അവിടെ റിയാക്ഷൻ നടക്കുന്നില്ല എന്ന് തന്നെ പറയാം. അപ്പം നമുക്ക് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യുന്ന മെറ്റലിനെ പഠിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് പേരിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് ചേർത്തിട്ട് ഒരു കോഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ സെപ്പറേറ്റ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്കിൽ പോലും ഒന്നും കൂടി പറയാം. PSC മസിൻ TL, അതായത് PSC എക്സാമിന് പോയ ഒരു കുട്ടിയുടെ പേരാണ് മസിൻ, MAZIN. അതിൻ്റെ ഇനീഷ്യലാണ് TL. ഇനി ഡിസ്പ്ലേസ് ചെയ്യാത്ത മെറ്റലിനെ പഠിക്കാനും എളുപ്പമുണ്ട്. നമ്മൾ ഓർണമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റലിനെ അതിൻ്റെ കോസ്റ്റിനനുസരിച്ച് കുറഞ്ഞതിൽ നിന്ന് കോസ്റ്റ് കൂടി വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ കോപ്പറാണ് അല്ലേ നമ്മൾ ഓർണമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും വില കുറവ് വരുന്നത്. ദെൻ സിൽവറാണ്, ദെൻ ഗോൾഡ്. ഇനി നമുക്ക് റിയാക്ടിവിറ്റി സീരീസും ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനും എന്നുള്ള ടോപ്പിക്കാണ് പഠിക്കേണ്ടത്. ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യണം. പ്രിപ്പയർ സം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ in a beaker and dip a zinc rod in it. Observe the changes after some times and write down the observations. അപ്പോൾ നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് അതെന്ത് ചെയ്യുക, അതിലൊരു സിങ്ക് റോഡ് ടിപ്പ് ചെയ്യുക, എന്നിട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുക. ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ബിഫോർ എക്സ്പെരിമെൻറ്റ് എന്താ സിങ്ക് റോഡിൻ്റെ കളർ ഒരു ആഷ് ടൈപ്പ് കളറായിരിക്കും, ഏകദേശം ഒരു വെള്ളി കളർ പോലെ. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ കളർ ബിഫോർ എക്സ്പെരിമെൻറ്റ് ബ്ലൂ ആണ്, നമുക്ക് ഓൾറെഡി അറിയാം. ദെൻ എക്സ്പെരിമെൻറ്റിന് ശേഷം അതിൻ്റെ കളർ എന്തായിരിക്കും, കളർലെസ് ആയിട്ട് മാറും. റിയാക്ഷൻ നടക്കുന്തോറും കളർ കുറഞ്ഞ് കളർലെസ് ആയിട്ട് മാറും. അപ്പോൾ വാട്ട് ഹാപ്പൻ ടു സിങ്ക് റോഡ്? ബിഫോർ ദ എക്സ്പെരിമെൻറ്റ് ദ സിങ്ക് റോഡ് വാസ് കളർലെസ്. ആഫ്റ്റർ ദ എക്സ്പെരിമെൻറ്റ് സിങ്ക് റോഡ് ബിക്കം കളർ ഓഫ് ദി കോപ്പർ, അതായത് ഒരു റെഡ് പോലത്തെ കളറായിട്ടുണ്ടാവും. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? വെൻ ദ സിങ്ക് റോഡ് ഈസ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ദി Cu2+ ions in the solution get deposited at the zinc rod as copper atoms. നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ സിങ്ക് ഡിപ്പ് ചെയ്യുമ്പോൾ സൊല്യൂഷനിലുള്ള Cu2+ അയോൺസ് സിങ്കിൻ്റെ മുകളിൽ എന്തായിട്ട് കോപ്പർ ആറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ കോപ്പറിൻ്റെ നിറാവാൻ കാരണം. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദി ചേഞ്ച് ഇൻ ഇൻറ്റൻസിറ്റി ഓഫ് കളർ ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ? ദി ബ്ലൂ കളർ ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഈസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് Cu2+ അയോൺസ് അല്ലേ? ദി ചേഞ്ച് ഇൻ ഇൻറ്റൻസിറ്റി ഓഫ് ദ കളർ ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ because when the zinc rod is dipped in copper sulfate solution the Cu2+ ions in the solutions get deposited at the zinc rod as copper atom. അപ്പോൾ കോപ്പർ ആറ്റായിട്ട് മാറുന്നത് കൊണ്ടാണ് അതിൻ്റെ കളറ് എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുന്നത്, ബ്ലൂവിൽ നിന്ന് കളർലെസ്സിലേക്ക് മാറുന്നത്. അപ്പോൾ ബോക്സിലുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക, എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ വിച്ച് ഈസ് ദ മെറ്റൽ ദാറ്റ് ഗെറ്റ് ഡിസ്പ്ലേസ്ഡ് ഹിയർ? ഏതായിരിക്കും? കോപ്പറാണ് ഡിസ്പ്ലേസ് ചെയ്തത് അല്ലേ? അപ്പം കോപ്പർ ഡിസ്പ്ലേസ് ചെയ്തു. അപ്പോൾ കോപ്പർ ഡിസ്പ്ലേസ് ചെയ്യാൻ കാരണമുണ്ട്. അതിന് മുന്നേ സിങ്കാണോ കോപ്പറാണോ റിയാക്ടിവിറ്റി ഹൈ ആയിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഏതാണ്? സിങ്കാണ്. On the basis of the position of zinc and copper in the reactivity series, can you explain why copper had been displaced? Answer എന്തായിരിക്കും? Zinc is placed above copper in the reactivity series because zinc has a higher reactivity than copper. Next, isn't it due to the higher reactivity of zinc when compared to copper? യെസ്, ഓവറോൾ റിയാക്ഷൻ അവിടെ എഴുതിയിട്ടുണ്ട്. സിങ്കിന് വന്ന മാറ്റം സെഡിന് എന്തായി മാറി? സെഡിൻ 2++ 2 ഇലക്ട്രോൺ ആയിട്ട് മാറി. അപ്പോൾ ഈസ് ദിസ് റിയാക്ഷൻ ഓക്സിഡേഷൻ ഓർ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷനാണ് അല്ലേ? വൈ? എന്തുകൊണ്ടാണ്?
ബിക്കോസ് ദ ലോസിങ് ഓഫ് ഇലക്ട്രോൺ ഈസ് കോൾഡ് ഓക്സിഡേഷൻ. ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നതിനെയാണ് എന്ത് പറയുക? ഓക്സിഡേഷൻ എന്ന് പറയുക. ദി ചേഞ്ച് ദാറ്റ് ഹാപ്പൻ ടു Cu2 പ്ലസ് എന്താണ്? Cu2 പ്ലസ് 2 ഇലക്ട്രോൺ ഗിവ്സ് Cu. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് റിയാക്ഷൻ? വൈ? അപ്പോൾ റിയാക്ഷൻ്റെ പേര് റിഡക്ഷൻ അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്? ദി ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺസ് ഈസ് കോൾഡ് റിഡക്ഷൻ. ഇലക്ട്രോൺ സ്വീകരിക്കുന്ന പ്രവർത്തനത്തിനെയാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതൊന്നും കൂടി പറയാം. ദ ബ്ലൂ കളർ ഓഫ് CuSO4 സൊല്യൂഷൻ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് Cu2 പ്ലസ് അയോൺസ്. വെൻ ദ സിങ്ക് റോഡ് ഈസ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, ദി Cu2 പ്ലസ് അയോൺസ് ഇൻ ദ സൊല്യൂഷൻ ഗെറ്റ് ഡെപ്പോസിറ്റഡ് at the zinc rod as Cu atom. The chemical reaction taking place here is Zn plus CuSO4 gives ZnSO4 plus Cu. Zinc is more reactive than copper, hence zinc will displace copper from the solution. As a result, the zinc sulfate and copper are formed. The blue color of solution diminishes and disappears. The displaced copper get deposited at a zinc rod. That means the color of the solution changes to the color of newly formed compound. Each zinc atom loses 2 electrons. Therefore, zinc undergo oxidation and each copper ions gains 2 electrons, that is copper ions undergo reduction. Cu2 plus ions undergo reduction. Next experiment എന്ന് പറയുന്നത് എ കോപ്പർ പ്ലേറ്റ് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോപ്പർ പ്ലേറ്റ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യണം. എന്നിട്ട് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവുന്നു നോക്കാം. അപ്പോൾ കോപ്പറും സിൽവറുമാണ് ഇതിലുള്ള മെറ്റൽസ്. അപ്പോൾ അതിൽ റിയാക്ടിവിറ്റി കൂടിയത് കോപ്പറാണ് അല്ലേ? അപ്പോൾ കോപ്പർ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ സിൽവർ. ഹെൻസ് കോപ്പർ വിൽ ഡിസ്പ്ലേസ് സിൽവർ ഫ്രം സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. Therefore, silver gets deposited at a copper plate. Since copper nitrate solution is formed, the color of the solution become blue. The chemical equation is 2AgNO3 plus Cu gives CuNO3 twice plus 2Ag. 2Ag അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +1 ആണ്. NO3യുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അവിടെ എഴുതിയിട്ടില്ല, അത് -1 ആണ്. പ്ലസ് Cu അത് എലമെൻ്റ് ആയതുകൊണ്ട് 0. ദെൻ ഗിവ്സ് CuNO3 ട്വൈസിൽ Cuൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2. ദെൻ +2Ag, Agയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കോപ്പറിന് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്, Agക്ക് ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓക്സിഡേഷൻ, ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുന്ന പ്രോസസ്സാണ് റിഡക്ഷൻ. അതുകൊണ്ട് കോപ്പറിന് ഓക്സിഡേഷനും Agക്ക് റിഡക്ഷനുമാണ് സംഭവിക്കുന്നത്. Cu2 പ്ലസും 2 ഇലക്ട്രോണായിട്ട് മാറും. അതായത് കെമിക്കൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം? Cu gives Cu2 plus 2 ഇലക്ട്രോൺ. ദെൻ റിഡക്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2Ag പ്ലസ് 2 ഇലക്ട്രോൺ ഗിവ്സ് 2Ag. അപ്പം നമുക്ക് എന്ത് പറയാം? ഈച്ച് കോപ്പർ ആറ്റം ലോസസ് 2 ഇലക്ട്രോൺസ്, that is copper undergo oxidation and each Ag plus ions gains 1 electron. അങ്ങനെ 2 Ag plus ionsകൾ മൊത്തത്തിൽ 2 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് 2 Ag ആയിട്ട് മാറിയത്. ഹെൻസ് സിൽവർ അയോൺസ് അണ്ടർഗോ റിഡക്ഷൻ. സിൻസ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ occurs simultaneously, this is a redox reaction.
പേജ് നമ്പർ 51 ആ ടേബിൾ ഒന്ന് നോക്കുക, ലാസ്റ്റ് ഉള്ളത്. അതിൽ ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ക്യാൻ ഡിസ്പ്ലേസ് ലെസ് റിയാക്റ്റീവ് മെറ്റൽ ഫ്രം ദെയർ സോൾട്ട് സൊല്യൂഷൻ. സച്ച് റിയാക്ഷൻസ് ആർ കോൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് ആർ റിഡോക്സ് റിയാക്ഷൻസ്. നെക്സ്റ്റ് 5 ഫിഗേഴ്സ് ഉണ്ട് അവിടെ. അതിൽ ഓരോന്നിലും റിയാക്ഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പോൾ റിയാക്ടിവിറ്റി കൂടിയ മെറ്റലായിരിക്കണം ഡിപ്പ് ചെയ്തത് എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. ടേബിൾ 3.3 നമുക്ക് ഫില്ല് ചെയ്യണം. ഒരെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് AG ആണ് മെറ്റൽ, സൊല്യൂഷൻ കോപ്പർ സൾഫേറ്റ് ആണ്. AGക്ക് റിയാക്ടിവിറ്റി ലെസ് ആണ് അഥവാ കുറവാണ്, അതുകൊണ്ട് തന്നെ ഡസ് നോട്ട് ടേക്ക് പ്ലേസ് എന്നാണ് അവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് കേസിൽ MGയും മെറ്റൽ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനാണ്, അതിൽ റിയാക്ടിവിറ്റി കൂടിയത് മഗ്നീഷ്യം ആയതുകൊണ്ട് തന്നെ ടേക്സ് പ്ലേസ്. നെക്സ്റ്റ് കേസിലും റിയാക്ടിവിറ്റി കൂടിയത് മഗ്നീഷ്യം ആണ് സിൽവറിനേക്കാൾ, അതുകൊണ്ട് ടേക്സ് പ്ലേസ്. ദെൻ കോപ്പറിന് റിയാക്ടിവിറ്റി കുറവാണ് മഗ്നീഷ്യത്തേക്കാൾ, അതുകൊണ്ട് ഡസ് നോട്ട് ടേക്സ് പ്ലേസ്. ഇനി നെക്സ്റ്റ് ഗാൽവാനിക് സെല്ലാണ്. ഗാൽവാനിക് സെല്ല് എന്ന് പറഞ്ഞാൽ റിഡോക്സ് റിയാക്ഷൻ നടന്ന് കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു അറേഞ്ച്മെൻ്റാണ് ഗാൽവാനിക് സെല്ല്. അപ്പോൾ ഗാൽവാനിക് സെല്ലിനെ വോൾട്ടൈക് സെല്ലെന്നും വിളിക്കാറുണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ ഫിഗർ 3.3 എന്ന് പറയുന്നത് സിങ്ക് കോപ്പർ സെല്ലാണ്. അപ്പോൾ അതിന് എന്തൊക്കെ വേണം? സിങ്ക് കോപ്പർ സെല്ലാണെങ്കിൽ സിങ്കിൻ്റെ റോഡ് വേണം, കോപ്പറിൻ്റെ റോഡ് വേണം. ദെൻ സിങ്കിൻ്റെ ഒരു സൊല്യൂഷൻ വേണം. ഇവിടെ ഉള്ളത് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനാണ്. അതുപോലെ തന്നെ കോപ്പറിൻ്റെ സൊല്യൂഷനായിട്ട് എടുത്തിരിക്കുന്നത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ്. അതുകൊണ്ടാണ് ഒരു ബ്ലൂ കളർ അവിടെ കാണുന്നുണ്ടല്ലോ. ദെൻ ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രോൺ, അതായത് കെമിക്കൽ റിയാക്ഷൻ നടന്ന് ഇലക്ട്രോൺ ഫ്ലോ ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ പൊട്ടാസ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റിൽ ഡിപ്പ് ചെയ്തിട്ടുള്ളൊരു ഫിൽറ്റർ പേപ്പർ സോൾട്ട് ബ്രിഡ്ജായിട്ട് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ ആനോഡായിട്ടാണ് ആക്ട് ചെയ്യുക ഗാൽവാനിക് സെല്ലിൽ. റിയാക്ടിവിറ്റി കുറഞ്ഞത് കാഥോഡ്, അതായത് ആനോഡിന് നെഗറ്റീവ് ചാർജ്, കാഥോഡിന് പോസിറ്റീവ് ചാർജ്. ഇനി ഇങ്ങനെ ഇവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവുമല്ലോ, അഥവാ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ആ ഇലക്ട്രിസിറ്റി ആനോഡ് ടു കാഥോഡാണ് അതിൻ്റെ ഡയറക്ഷൻ, അതായത് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറയുന്നത് ആനോഡ് ടു കാഥോഡ്. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, അതായത് വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ സിങ്ക് റോഡുമായിട്ടും അഥവാ ആനോഡുമായിട്ടും പോസിറ്റീവ് ടെർമിനൽ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലായിട്ടുള്ള കാഥോഡ് യൂസ് ചെയ്തിട്ടുള്ള കോപ്പറുമായിട്ടും കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ പേജ് നമ്പർ 53 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് സിങ്ക് ആണ്, ഗെയിൻ ചെയ്യുന്നത് കോപ്പറാണ്. അപ്പോൾ ആ 2 ഇക്വേഷനിൽ ഫസ്റ്റ് ഇക്വേഷനാണ് ടിക്ക് ചെയ്യേണ്ടത്, രണ്ടാമത്തെ ഇക്വേഷൻ റോങ് ആണ്. പിന്നെ വിച്ച് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഹിയർ എന്നുള്ളിടത്ത് ഓക്സിഡേഷൻ. റൈറ്റ് കെമിക്കൽ ഇക്വേഷൻ ഫോർ റിയാക്ഷൻ ടേക്ക് പ്ലേസ് അറ്റ് കോപ്പർ ഇലക്ട്രോഡ് എന്നുള്ളിടത്ത് Cu2 പ്ലസ് 2 ഇലക്ട്രോൺ ഗിവ്സ് Cu എന്ന് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ റിഡക്ഷൻ. അപ്പോൾ നെക്സ്റ്റ് പേജിൽ ആ ബോക്സ് ശ്രദ്ധിക്കുക. ഓക്സിഡേഷൻ എപ്പോഴും ആനോഡിലും റിഡക്ഷൻ എപ്പോഴും കാഥോഡിലാണ് ഉണ്ടാവുക. പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള സിങ്ക് കോപ്പർ സെല്ലിൻ്റെ ഇക്വേഷൻസാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, ഓക്സിഡേഷനും റിഡക്ഷനും. റിഡോക്സ് റിയാക്ഷൻ്റെതാണ് ആ താഴെ കൊടുത്തിട്ടുള്ളത്. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് റിഡോക്സ് റിയാക്ഷൻ്റെ ഇക്വേഷൻ. ഇതുപോലെ തന്നെ നമുക്ക് CuAg സെല്ല് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതാണ് നെക്സ്റ്റ് മെറ്റീരിയൽസ് റിക്വയർഡ് ഒക്കെ വെച്ചിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം നൽകിയിരിക്കുന്നത് സിങ്ക് കോപ്പർ സെല്ലാണ്. ഇനി കോപ്പർ AG സെല്ല് നിർമ്മിക്കാൻ ഫസ്റ്റ് കാണുന്നത് സിങ്കിൻ്റെ സൈഡിൽ അവിടെ സൊല്യൂഷൻ AgNO3 എടുക്കുക, റോഡ് AG റോഡ് എടുക്കുക, വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ എന്നുള്ളിടത്ത്
പ്ലസ് ആക്കുക, പ്ലസ് ഉള്ളത് മൈനസ് ആക്കുക. റൈറ്റ് സൈഡ് നിങ്ങൾ മാറ്റണ്ട. ഇലക്ട്രോൺ ഫ്ലോൻ്റെ ഡയറക്ഷൻ ഇപ്പോൾ അവിടെ ഉള്ളത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. നിങ്ങൾ റൈറ്റ് ടു ലെഫ്റ്റ് ആക്കുക. കാരണം കോപ്പറിനാണ് ഏജിനേക്കാൾ റിയാക്ടിവിറ്റി ഹൈ. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ വരച്ച സെല്ലിൽ ഡയറക്ഷൻ മാറിയത്. നെക്സ്റ്റ് നോട്ട് ഡൗൺ ദി റിയാക്ഷൻ ഓഫ് ഗാൽവാനിക് സെൽ എന്നുണ്ടല്ലോ. അവിടെ എഴുതേണ്ടത് Cu + 2Ag പ്ലസ് ഗിവ്സ് Cu2 പ്ലസ് 2Ag. നെക്സ്റ്റ് ഇലക്ട്രോൺ ഫ്ലോ മാർക്ക് ചെയ്യണം. അപ്പം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാനുള്ളത് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ടുള്ള കോപ്പറിൽ നിന്ന് പോസിറ്റീവ് ഇലക്ട്രോഡായിട്ടുള്ള Ag-യിലേക്കാണ് ഡയറക്ഷൻ നിങ്ങൾ കൊടുക്കേണ്ടത്. കാഥോഡിൽ Ag പ്ലസ് 1 ഇലക്ട്രോൺ ഗിവ്സ് Ag ആണ് കെമിക്കൽ ഇക്വേഷൻ. ആനോഡിൽ കോപ്പർ ഗിവ്സ് Cu2 പ്ലസ് 2 ഇലക്ട്രോൺ. Ag പ്ലസ് 1 ഇലക്ട്രോൺ ഗിവ്സ് Ag എന്നുള്ളതിന് പകരം 2Ag പ്ലസ് 2 ഇലക്ട്രോൺ ഗിവ്സ് 2Ag എന്ന് പഠിക്കുകയായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. 2 കോമൺ വന്നതുകൊണ്ടാണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞപ്പോൾ 2 അതിൽ പറയാതിരുന്നത്. നെക്സ്റ്റ് സിങ്ക്, കോപ്പർ, Ag ഈ 3 മെറ്റൽസ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ടേബിൾ 3.4 കംപ്ലീറ്റ് ചെയ്യണം. സിങ്ക് കോപ്പർ സെല്ല് ഓൾറെഡി അവിടെ ഉണ്ട്. അതിൽ ആനോഡ് സിങ്ക്, കാഥോഡ് കോപ്പർ. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് പഠിച്ചതുണ്ടല്ലോ കോപ്പർ Ag സെല്ല് അല്ലേ. അപ്പോൾ Cu ഹൈഫൺ ഇട്ടിട്ടാണ് Ag എന്ന് എഴുതിയാൽ സെല്ലിൻ്റെ പേരായി. അവിടെ ആനോഡ് കോപ്പറാണ്, കാഥോഡ് Ag ആണ്. നെക്സ്റ്റ് നമുക്കൊന്ന് പറയാൻ പറ്റുന്നത് സിങ്ക് Ag സെല്ല് കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ Zn ഹൈഫൺ Ag എന്നാണ് സെല്ലിൻ്റെ പേര് എഴുതേണ്ടത്. ആനോഡ് സിങ്ക്, കാഥോഡ് Ag. നെക്സ്റ്റ് പഠിക്കാനുള്ളതാണ് ഇലക്ട്രോളിറ്റിക് സെല്ല്. ഇലക്ട്രോളിറ്റിക് സെല്ല് എന്ന് കൺസ്ട്രക്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ആ പാരഗ്രാഫിൽ. ആസിഡിഫൈഡ് വാട്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ നമുക്ക് എന്തൊക്കെ സബ്സ്റ്റൻസ് ആണ് കിട്ടുക? ഹൈഡ്രജനോ ഓക്സിജനോ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ യെസ് ആണ്. മെറ്റലിലൂടെ ഇലക്ട്രിസിറ്റി കടത്തി വിടാൻ പറ്റുമല്ലോ. അപ്പോൾ അതുപോലെയുള്ള കെമിക്കൽ റിയാക്ഷൻ നടക്കും, അഥവാ കെമിക്കൽ ചേഞ്ചസ് നടക്കും. അപ്പോൾ ഇനി ആ ബോക്സിൽ എഴുതിയത് പഠിക്കുക എന്താണ് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ മോൾട്ടൺ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ അക്വസ് സ്റ്റേറ്റിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുക. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിറ്റിക് സെല്ലിൽ പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ആനോഡും നെഗറ്റീവ് ഇലക്ട്രോഡ് കാഥോഡാണ്. ഇതാണ് ഗാൽവാനിക് സെല്ലിൽ നിന്നുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പക്ഷേ ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷൻ തന്നെയാണ് നടക്കുക, കാഥോഡിൽ എപ്പോഴും റിഡക്ഷൻ തന്നെയാണ്. ഈ 4 ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ട് അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോസിറ്റീവ് അയോൺസ് ഏത് ഇലക്ട്രോഡിലേക്കാണ് അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളത്. പോസിറ്റീവ് അയോൺസ് നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് അഥവാ ടുവേർഡ്സ് നെഗറ്റീവ് ഇലക്ട്രോഡ്സിലേക്കാണ് ഫസ്റ്റിൻ്റെ ആൻസർ. സെക്കൻഡിൻ്റെ ആൻസർ നെഗറ്റീവ് അയോൺസ് എങ്ങോട്ടായിരിക്കും? തീർച്ചയായിട്ടും പോസിറ്റീവ് ഇലക്ട്രോഡായിട്ടുള്ള അഥവാ ടുവേർഡ്സ് പോസിറ്റീവ് ഇലക്ട്രോഡ്, ദാറ്റ് മീൻസ് ആനോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഏതായിരിക്കും? റിഡക്ഷനാണ്. ആനോഡിൽ നടക്കുന്ന ആ ചേഞ്ചസ് എന്ന് പറയുന്ന അതിൻ്റെ ആ പ്രോസസ്സിൻ്റെ പേര് ഓക്സിഡേഷൻ. നെക്സ്റ്റ് ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ആണ്, അതായത് ഉരുകിയ സോഡിയം ക്ലോറൈഡ്. അപ്പോൾ അതിൽ Na+ അയോൺസും Cl- അയോൺസും മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ Na+ അയോൺസ് കാഥോഡിലേക്കാണ് മൂവ് ചെയ്യുക, Cl- അയോൺസ് ആനോഡിലേക്കാണ് മൂവ് ചെയ്യുക. അപ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് Cl- അയോൺസ് ആണ്, നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് Na+ അയോൺസ് ആണ്. അപ്പോൾ പേജ് നമ്പർ 56 താഴെ കൊടുത്തിരിക്കുന്ന 2 ഡോട്ട്സ് ഉണ്ടല്ലോ, അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഏത് അയോണാണ് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് Cl- അയോൺസ് ആണ്. അതിന് നെഗറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് പോസിറ്റീവ് ചാർജുള്ള ആനോഡിലേക്ക് അട്രാക്റ്റ് ചെയ്യും. നെക്സ്റ്റ് അവിടെ നടക്കുന്ന റിയാക്ഷനാണ് ചോദിച്ചത്, ഓക്സിഡേഷനാണ്. അവിടെ ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ക്ലോറിനാണ്. നെഗറ്റീവ് ചാർജുള്ള കാഥോഡിലേക്ക് അട്രാക്റ്റ് ചെയ്യുക, പോസിറ്റീവ് ചാർജുള്ള Na+ അയോൺസ് ആണ്.
അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, റിഡക്ഷൻ എന്ന് പറയുക. അതുകൊണ്ട് തന്നെ കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ലോഹം അഥവാ മെറ്റൽ എന്ന് പറയുന്നത് സോഡിയമാണ്. മോൾട്ടൺ സോഡിയം ക്ലോറൈഡിനെ ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ നമുക്ക് ആനോഡിൽ ക്ലോറിൻ ഗ്യാസും കാഥോഡിൽ സോഡിയം മെറ്റലുമാണ് കിട്ടുന്നത്. നെക്സ്റ്റ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ്റെ ഇലക്ട്രോളിസിസ് ആണ്. അപ്പോൾ അതിലുള്ള അയോൺസ് തന്നിട്ടുണ്ട്. Na+, Cl-, H3O+, OH- എന്നിവയും H2O ആണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. നെഗറ്റീവ് ഇലക്ട്രോണിലേക്ക് അട്രാക്റ്റ് ചെയ്യുക പോസിറ്റീവ് ചാർജുള്ള H3O+ഉം അതുപോലെ തന്നെ Na+ അയോൺസും. Na+ അയോൺസും H3O+ അയോൺസും കാഥോഡിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. H2Oക്കാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്. റിഡ്യൂസിങ് പവർ H2Oക്കാണ് Na+നേക്കാളും അതുപോലെ H3O+നേക്കാൾ കൂടുതൽ. അതുകൊണ്ട് വാട്ടറിന് റിഡക്ഷൻ സംഭവിച്ച് ഹൈഡ്രജൻ കാഥോഡിൽ ലിബറേറ്റ് ചെയ്യും. Cl- അയോൺസ് OH- അയോൺസ് ആനോഡിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയും ഈ അയോൺസിൻ്റെയും വാട്ടറിൻ്റെയും ഓക്സിഡേഷൻ പവർ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ Cl- അയോൺസിനാണ് ഓക്സിഡേഷൻ പവർ കൂടുതൽ. അതുകൊണ്ട് തന്നെ Cl- അയോൺസിന് ഓക്സിഡേഷൻ സംഭവിച്ച് ക്ലോറിൻ ഗ്യാസ് ആയിട്ട് മാറും. അപ്പോൾ ഇലക്ട്രോഡുകളിൽ നടക്കുന്ന ഇക്വേഷൻ നെക്സ്റ്റ് പേജിൽ തന്നിട്ടുണ്ട്. ടേബിൾ 3.5. സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ്റെ ഇലക്ട്രോളിസിസിൻ്റെ ഫലമായിട്ട് ആനോഡിൽ ക്ലോറിൻ ഗ്യാസും കാഥോഡിൽ ഹൈഡ്രജനുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ സൊല്യൂഷനിൽ NaOH നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഇലക്ട്രോളിസിസിൻ്റെ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റിയാണ് പറയുന്നത്. അത് കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് മെറ്റലിൻ്റെ പ്രൊഡക്ഷൻ, നെക്സ്റ്റ് നോൺ മെറ്റലിൻ്റെ പ്രൊഡക്ഷൻ, ദെൻ കോമ്പൗണ്ട്സിൻ്റെ പ്രൊഡക്ഷനിൽ, ദെൻ റിഫൈനിങ് ഓഫ് മെറ്റൽസ്. നെക്സ്റ്റ് പ്രോസസ്സാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഇലക്ട്രോളിസിസ് യൂസ് ചെയ്തിട്ട് ഒരു മെറ്റലിൻ്റെ മുകളിൽ മറ്റൊരു മെറ്റൽ കോട്ട് ചെയ്യുന്നതിനെയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുക. അപ്പോൾ മെറ്റൽസിൻ്റെ ബ്യൂട്ടി കൂട്ടാനും അല്ലേ, കാണുന്ന ഭംഗി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ കൊറോഷനൊക്കെ റെസിസ്റ്റ് ചെയ്യാനാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് മെറ്റലിൻ്റെ മുകളിലാണോ കോട്ട് ചെയ്യേണ്ടത് അതാണ് നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യേണ്ടത് ബാറ്ററീൻ്റെ. അതേപോലെ ഏത് മെറ്റലാണ് നമുക്ക് കോട്ട് ചെയ്യേണ്ടത് അതാണ് പോസിറ്റീവ് ടെർമിനലിൻ്റെ ഭാഗത്ത് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കോപ്പർ പ്ലേറ്റ് ചെയ്യണമെങ്കിൽ കോപ്പറാണ് പോസിറ്റീവ് ടെർമിനലിൽ എടുക്കേണ്ടത്. ഫിഗർ 3.4 നന്നായി ശ്രദ്ധിക്കുക. ഒരു അയൺ ബാങ്കിളുടെ മുകളിൽ കോപ്പർ കോട്ട് ചെയ്യാണ്. എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. നെഗറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്തത് ആരാണ്? അയൺ ബാങ്കിളാണ് അല്ലേ. അയൺ എന്ന് പറയുന്ന മെറ്റലാണ്. പിന്നെ പോസിറ്റീവ് ടെർമിനലുമായിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ളത് കോപ്പർ. അവിടെ ഉപയോഗിച്ചിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. അപ്പോൾ ഏത് മെറ്റലാണോ നമ്മൾ കോട്ട് ചെയ്യേണ്ടത് അതിൻ്റെ സൊല്യൂഷനാണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. സൊല്യൂഷനിൽ Cu2+ അയോൺസിന് റിഡക്ഷൻ സംഭവിച്ച് അയൺ ബാങ്കിളുടെ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യും. നോക്കുക, Cu2+ + 2 ഇലക്ട്രോൺ ഗിവ്സ് Cu എന്നുള്ളതാണ് കാഥോഡിലെ ഇക്വേഷൻ. Cu2+ൻ്റെ എണ്ണം സൊല്യൂഷനിൽ കുറഞ്ഞു വരില്ലേ, അവിടെ കുറവാണ്. അപ്പോൾ റിഡക്ഷൻ സംഭവിക്കുന്നത് കൊണ്ട് അപ്പോൾ ആ Cu2+ അയോൺസിൻ്റെ നമ്പേഴ്സ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോസിറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്തിട്ടുള്ള കോപ്പർ മെറ്റലില്ലേ അതിന് ഓക്സിഡേഷൻ സംഭവിച്ച് Cu2+ ആയിട്ട് സൊല്യൂഷനിൽ വരും. കോപ്പറിന് ഓക്സിഡേഷൻ സംഭവിക്കും. അപ്പോൾ Cu എന്തായിട്ട് മാറും? Cu2+ ആയിട്ട് സൊല്യൂഷനിൽ വരും. അതേസമയം Cu2+ അയോൺസ് റിഡക്ഷൻ സംഭവിച്ച് സൊല്യൂഷനിൽ നിന്ന് Cu ആയിട്ട് അയൺ ബാങ്കിളിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഇതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ്. ഇലക്ട്രോളിസിസിൻ്റെ സമയത്ത് സൊല്യൂഷനിലെ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് ഇവിടെ റിഡോക്സ് പ്രവർത്തനം നടക്കുന്നതുകൊണ്ടാണ്. ഓരോ മെറ്റലും കോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിൽവർ കോട്ട് ചെയ്യേണ്ട സമയത്ത് എടുക്കേണ്ട ഇലക്ട്രോലൈറ്റ് ഏതൊക്കെയാണ്, അതുപോലെ ഗോൾഡാണ് കോട്ട് ചെയ്യേണ്ടതെങ്കിൽ ഗോൾഡിൻ്റെ സൊല്യൂഷൻ വേണമല്ലോ ഇലക്ട്രോലൈറ്റ് ആയിട്ട്, അതേതാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ടെക്സ്റ്റിൽ പേജ് നമ്പർ 60 ഒരു ടേബിളിൽ കൊടുത്തിട്ടുള്ളത്.
നെക്സ്റ്റ് ഇലക്ട്രോ പ്ലേറ്റിംഗ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു എന്ന് അല്ലേ. ഇപ്പോൾ ഗോൾഡ് പ്ലേറ്റഡ് ജ്വല്ലറി അഥവാ സ്വർണം പൂശിയ ആഭരണങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. അതുപോലെ തന്നെ ക്രോമിയം പൂശിയിട്ടുള്ള ഇരുമ്പ് പിടികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കും. അതുപോലെ വെള്ളി പൂശിയ പാത്രങ്ങൾ. ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. മോർ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് ക്രോമിയം പ്ലേറ്റിംഗ് ഈസ് യൂസ്ഡ് ഇൻ മോട്ടോർ കാർസ് എക്സെട്ര അല്ലേ. മോട്ടോർ കാറിലൊക്കെ നമ്മൾ ക്രോമിയം കോട്ട് ചെയ്ത് കാണാറുണ്ട്. അതുപോലെ തന്നെ കൊറോഷൻ തടയാൻ വേണ്ടിയിട്ട്, പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് മെറ്റലിൻ്റെ മുകളിലും നമുക്ക് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് യൂസ് ചെയ്യാം. ടു മേക്ക് മെറ്റൽ കോട്ടിംഗ് ഈസിലി കൊറോഡിങ് മെറ്റൽ ടു പ്രിവെൻറ്റ് കൊറോഷൻ. നെക്സ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇൻ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് കോട്ടിംഗ് ഓഫ് ഗോൾഡ് ഓർ സിൽവർ ഈസ് മെയ്ഡ് ബൈ ഇലക്ട്രോ പ്ലേറ്റിംഗ്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകളിൽ ഗോൾഡ് അല്ലെങ്കിൽ സിൽവറാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് വഴി യൂസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.